അധ്യായം 6 അൽ അൻആം. അവതരണം മക്കയിൽ. സൂക്തങ്ങൾ 165. കാലികൾ എന്നാണ് ശീർഷകത്തിന്റെ ഭാഷാർത്ഥം. ഭക്ഷിക്കാൻ അനുവദനീയവും നിഷിദ്ധവുമായ മൃഗങ്ങളെ സംബന്ധിച്ച പരാമർശമുള്ളതിനാലാണ് ഈ പേര് ലഭിച്ചത്. പ്രവാചകന്റെ മക്കാ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ ഒന്നിച്ച് അവതരിച്ചതാണ് ഈ അധ്യായം. ഏകദൈവ വിശ്വാസത്തിന്റെ വിളംബരം, ബഹുദൈവത്വത്തിന്റെ ഖണ്ഡനം, പരലോക വിശ്വാസത്തിന്റെ പ്രബോധനം, അന്ധവിശ്വാസങ്ങൾക്കെതിരെ ബോധവൽക്കരണം, ഇസ്ലാമിക സമൂഹം പാലിക്കേണ്ട സദാചാര മര്യാദകൾ, പ്രവാചകന്റെ പ്രതിയോഗികളുടെ കുപ്രചാരണങ്ങൾക്കുള്ള മറുപടി, സത്യവിശ്വാസികൾക്കുള്ള സാന്ത്വനം, സത്യനിഷേധികൾക്കുള്ള താക്കീത് തുടങ്ങിയവയെല്ലാം ഇതുൾക്കൊള്ളുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സമസ്ത സ്തുതിയും അല്ലാഹുവിന്. അവനാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചവൻ, ഇരുട്ടുകളും വെളിച്ചവും ഉണ്ടാക്കിയവനും. എന്നിട്ടും സത്യനിഷേധികളിതാ തങ്ങളുടെ നാഥന് തുല്യരെ കൽപ്പിക്കുന്നു. അവനാണ് കളിമണ്ണിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചത്. എന്നിട്ട് അവൻ ഒരവധി നിശ്ചയിച്ചു. അവന്റെ അടുക്കൽ നിർണിതമായ മറ്റൊരവധി കൂടിയുണ്ട്. എന്നിട്ടും നിങ്ങൾ സംശയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ തന്നെയാണ് ആകാശഭൂമികളിലെ സാക്ഷാൽ ദൈവം. നിങ്ങളുടെ രഹസ്യവും പരസ്യവുമെല്ലാം അവൻ അറിയുന്നു. നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്തെന്നും അവന് നന്നായി അറിയാം. തങ്ങളുടെ നാഥനിൽ നിന്ന് എന്ത് തെളിവ് വന്നെത്തിയാലും അതിനെ അവഗണിക്കുകയാണവർ. അങ്ങനെ അവർക്കിപ്പോൾ വന്നെത്തിയ ഈ സത്യത്തെയും അവർ തള്ളിപ്പറഞ്ഞിരിക്കുന്നു. എന്നാൽ ഏതൊന്നിനെയാണോ അവർ പരിഹസിച്ചുകൊണ്ടിരുന്നത്, അതിന്റെ യഥാർത്ഥ വിവരം വഴിയെ അവർക്ക് വന്നെത്തും തീർച്ച. അവർ കണ്ടിട്ടില്ലേ, അവർക്കു മുമ്പ് എത്ര തലമുറകളെയാണ് നാം നശിപ്പിച്ചത്? നിങ്ങൾക്ക് നാം ചെയ്തു തന്നിട്ടില്ലാത്ത സൗകര്യം ഭൂമിയിൽ നാം അവർക്ക് ചെയ്തു കൊടുത്തിരുന്നു. അവർക്കു നാം മാനത്തുനിന്ന് ധാരാളമായി മഴ വർഷിച്ചു. അവരുടെ താഴ്ഭാഗത്തൂടെ പുഴകളൊഴുക്കുകയും ചെയ്തു. പിന്നെ അവരുടെ പാപങ്ങളുടെ ഫലമായി നാം അവരെ നശിപ്പിച്ചു. അവർക്ക് പിറകെ മറ്റു തലമുറകളെ വളർത്തിക്കൊണ്ടുവരികയും ചെയ്തു. നിനക്കു നാം കടലാസിലെഴുതിയ ഗ്രന്ഥം ഇറക്കിത്തന്നുവെന്ന് വെക്കുക. അങ്ങനെ അവരത് തങ്ങളുടെ കൈകൾ കൊണ്ട് തൊട്ടുനോക്കി. എന്നാലും സത്യനിഷേധികൾ പറയും, ഇത് വ്യക്തമായ മായാജാലമല്ലാതൊന്നുമല്ല. അവർ ചോദിക്കുന്നു, ഈ പ്രവാചകന് ഒരു മലക്കിനെ ഇറക്കിക്കൊടുക്കാത്തതെന്ത്? നാം ഒരു മലക്കിനെ ഇറക്കിക്കൊടുത്തിരുന്നുവെങ്കിൽ കാര്യം ഇതിനു മുമ്പേ തീരുമാനിക്കപ്പെടുമായിരുന്നു. പിന്നീട് അവർക്കൊട്ടും അവസരം കിട്ടുമായിരുന്നില്ല. നാം മലക്കിനെ നിയോഗിക്കുകയാണെങ്കിൽ തന്നെ മനുഷ്യരൂപത്തിലാണ് അയക്കുക. അങ്ങനെ അവരിപ്പോഴുള്ള ആശയക്കുഴപ്പം അപ്പോഴും നാം അവരിലുണ്ടാക്കുമായിരുന്നു. നിനക്കു മുമ്പും നിരവധി ദൈവദൂതന്മാർ പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്. എന്നിട്ടോ അവരെ പരിഹസിച്ചിരുന്നവർക്ക് അവർ പരിഹസിച്ചിരുന്നത് തന്നെ സംഭവിച്ചു. പറയുക, നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കുക. എന്നിട്ട് സത്യനിഷേധികളുടെ അന്ത്യം എவ்விധമായിരുന്നുവെന്ന് നോക്കിക്കാണുക. ചോദിക്കുക, ആകാശഭൂമികളിലുള്ളതെല്ലാം ആരുടേതാണ്? പറയുക, എല്ലാം അല്ലാഹുവിന്റേതു മാത്രം. കാരുണ്യത്തെ അവൻ സ്വന്തം ബാധ്യതയായി നിശ്ചയിച്ചിരിക്കുന്നു. ഉയിർത്തെഴുന്നേൽപ്പ് നാളിൽ അവൻ നിങ്ങളെയൊക്കെ ഒരുമിച്ച് കൂട്ടുക തന്നെ ചെയ്യും. അതിലൊട്ടും സംശയമില്ല. എന്നാൽ സ്വന്തത്തെ നഷ്ടത്തിലകപ്പെടുത്തിയവരത് വിശ്വസിക്കുകയില്ല. രാവിലും പകലിലും നിലനിൽക്കുന്നവയെല്ലാം അവന്റേതാണ്. അവൻ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമല്ലോ. ചോദിക്കുക, അല്ലാഹുവേയല്ലാതെ മറ്റാരെയെങ്കിലും ഞാൻ രക്ഷകനായി സ്വീകരിക്കുകയോ? അവനാണ് ആകാശഭൂമികളുടെ സ്രഷ്ടാവ്. അവൻ അന്നം നൽകുന്നു. എന്നാൽ ആരും അവന് അന്നം നൽകുന്നുമില്ല. പറയുക, അല്ലാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്നവരിൽ ഒന്നാമനാകാനാണ് എന്നോട് കൽപ്പിച്ചിരിക്കുന്നത്. ഒരിക്കലും ബഹുദൈവ വിശ്വാസികളിൽ പെട്ടുപോകാതിരിക്കാനും. പറയുക,
ഞാൻ എന്റെ നാഥനെ ധിക്കരിച്ചാൽ ഭയങ്കരമായൊരു നാളിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടിവരുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അന്ന് ആ ശിക്ഷയിൽ നിന്ന് ഒഴിവാകുന്നവനെ ഉറപ്പായും അല്ലാഹു അനുഗ്രഹിച്ചിരിക്കുന്നു. അതുതന്നെയാണ് വ്യക്തമായ വിജയം. അല്ലാഹു നിനക്ക് വല്ല വിപത്തും വരുത്തുകയാണെങ്കിൽ അതൊഴിവാക്കാൻ അവനല്ലാതെ ആർക്കും സാധ്യമല്ല. അവൻ നിനക്ക് വല്ല നന്മയുമാണ് വരുത്തുന്നതെങ്കിലോ അറിയുക, അവൻ എല്ലാ കാര്യങ്ങൾക്കും കഴിവുറ്റവനാണ്. അല്ലാഹു തന്റെ അടിമകളുടെ മേൽ പരമാധികാരമുള്ളവനാണ്. അവൻ യുക്തിമാനാണ്, സൂക്ഷ്മജ്ഞനും. ചോദിക്കുക, ഏതു സാക്ഷ്യമാണ് ഏറെ മഹത്തരം? പറയുക, അല്ലാഹുവാണ് എനിക്കും നിങ്ങൾക്കുമിടയിൽ സാക്ഷി. ഈ ഖുർആൻ എനിക്ക് വഹിയായി ലഭിച്ചത് നിങ്ങൾക്കും ഇത് ചെന്നെത്തുന്ന മറ്റെല്ലാവർക്കും ഇതുവഴി മുന്നറിയിപ്പ് നൽകാനാണ്. അല്ലാഹുവോടൊപ്പം വേറെ ദൈവങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനാകുമോ? പറയുക, ഞാൻ അതിന് സാക്ഷ്യം വഹിക്കുകയില്ല. പറയുക, അവൻ ഒരേയൊരു ദൈവം മാത്രം. നിങ്ങൾ അവന് പങ്കാളികളെ സങ്കൽപ്പിക്കുന്നതുമായി എനിക്കൊരു ബന്ധവുമില്ല. നാം വേദം നൽകിയവരോ സ്വന്തം മക്കളെ അറിയും പോലെ അവർക്ക് ഇതറിയാം. എന്നാൽ സ്വയം നഷ്ടം വരുത്തിവച്ചവർ വിശ്വസിക്കുകയില്ല. അല്ലാഹുവിന്റെ പേരിൽ കള്ളം കെട്ടിച്ചമയ്ക്കുകയോ അവന്റെ വചനങ്ങളെ തള്ളിപ്പറയുകയോ ചെയ്യുന്നവനേക്കാൾ അക്രമിയായി ആരുണ്ട്? അക്രമികൾ വിജയിക്കില്ല, ഉറപ്പ്. നാം അവരെയൊക്കെയും ഒരുമിച്ചു കൂട്ടും ദിനം ബഹുദൈവ വിശ്വാസികളോട് നാം ചോദിക്കും, നിങ്ങളുടെ ദൈവങ്ങളെന്ന് നിങ്ങൾ വാദിച്ചിരുന്ന ആ പങ്കാളികൾ ഇപ്പോൾ എവിടെ? അപ്പോൾ അവർക്കൊരു കുഴപ്പവും ഉണ്ടാക്കാനാവില്ല. ഞങ്ങളുടെ നാഥനായ അല്ലാഹുവാണ് സത്യം, ഞങ്ങൾ ബഹുദൈവ വിശ്വാസികളായിരുന്നില്ല എന്ന് പറയാനല്ലാതെ. നോക്കൂ, അവർ തങ്ങളെക്കുറിച്ചു തന്നെ കള്ളം പറയുന്നതെങ്ങനെയെന്ന്. അവർ കെട്ടിച്ചമച്ചതൊക്കെയും അവരെ വിട്ട് അപ്രത്യക്ഷമായിരിക്കുന്നു. നീ പറയുന്നത് കേൾക്കുന്നവരും അവരിലുണ്ട്. എങ്കിലും നാം അവരുടെ മനസ്സുകൾക്ക് മറയിട്ടിരിക്കുന്നു. അതിനാൽ അവരത് മനസ്സിലാക്കുന്നില്ല. അവരുടെ കാതുകൾക്ക് നാം അടപ്പിട്ടിരിക്കുന്നു. എന്തൊക്കെ തെളിവുകൾ കണ്ടാലും അവർ വിശ്വസിക്കുകയില്ല. എത്രത്തോളമെന്നാൽ അവർ നിന്റെ അടുത്ത് നിന്നോട് തർക്കിക്കാൻ വന്നാൽ അവരിലെ സത്യനിഷേധികൾ പറയും, ഇത് പൂർവികരുടെ കെട്ടുകഥകളല്ലാതൊന്നുമല്ല. അവർ വേദവാക്യങ്ങളിൽ നിന്ന് മറ്റുള്ളവരെ തടയുന്നു, സ്വയം അവയിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ അവർ തങ്ങൾക്കു തന്നെയാണ് വിപത്ത് വരുത്തുന്നത്. അവർ അതേക്കുറിച്ച് ബോധവാന്മാരല്ലെന്ന് മാത്രം. അവരെ നരകത്തിന് മുന്നിൽ കൊണ്ടുവന്ന് നിർത്തുന്നത് നീ കണ്ടിരുന്നെങ്കിൽ അപ്പോഴവർ കേണുകൊണ്ടിരിക്കും, ഞങ്ങൾ ഭൂമിയിലേക്ക് തിരിച്ചയക്കപ്പെടുകയും അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ നാഥന്റെ തെളിവുകളെ തള്ളിക്കളയാതെ സത്യവിശ്വാസികളായി തീരുകയും ചെയ്തിരുന്നെങ്കിൽ. എന്നാൽ അവർ നേരത്തെ മറച്ചുവെച്ചിരുന്നത് അവർക്കിപ്പോൾ വെളിപ്പെട്ടിരിക്കുകയാണ്. അവരെ ഭൂമിയിലേക്ക് മടക്കി അയച്ചാലും വിലക്കപ്പെട്ട കാര്യങ്ങളിലേക്ക് തന്നെ അവർ തിരിച്ചു ചെല്ലും. അവർ കള്ളം പറയുന്നവരാണ്, തീർച്ച. അവർ പറഞ്ഞുകൊണ്ടിരുന്നു, നമ്മുടെ ഈ ഐഹിക ജീവിതമല്ലാതെ മറ്റൊരു ജീവിതമില്ല, നാം ഒരിക്കലും ഉയിർത്തെഴുന്നേൽക്കുകയില്ല. അവർ തങ്ങളുടെ നാഥന്റെ മുമ്പിൽ നിർത്തപ്പെടുന്ന രംഗം നീ കണ്ടിരുന്നെങ്കിൽ അപ്പോൾ അവൻ അവരോട് ചോദിക്കും, ഇത് യഥാർത്ഥം തന്നെയല്ലേ? അവർ പറയും, അതെ, ഞങ്ങളുടെ നാഥൻ തന്നെ സത്യം. അവൻ പറയും, എങ്കിൽ നിങ്ങൾ സത്യത്തെ തള്ളിപ്പറഞ്ഞതിനുള്ള ശിക്ഷ അനുഭവിച്ചുകൊള്ളുക. അല്ലാഹുവുമായി കണ്ടുമുട്ടുമെന്ന കാര്യം കള്ളമാക്കി തള്ളിയവർ തീർച്ചയായും തുലഞ്ഞതുതന്നെ. അങ്ങനെ പെട്ടെന്ന് അവർക്ക് ആ സമയം വന്നെത്തുമ്പോൾ അവർ വിലപിക്കും, കഷ്ടം, ഐഹിക ജീവിതത്തിൽ എന്തൊരു വീഴ്ചയാണ് നാം കാണിച്ചത്. അപ്പോഴവർ തങ്ങളുടെ പാപഭാരം സ്വന്തം മുതുകുകളിൽ വഹിക്കുന്നവരായിരിക്കും. അവർ പേറുന്ന ഭാരം എത്ര ചീത്ത! ഐഹിക ജീവിതമെന്നത്
കളിതമാശയല്ലാതൊന്നുമല്ല. ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തുന്നവർക്ക് ഉത്തമം പരലോകമാണ്. നിങ്ങൾ ആലോചിച്ചറിയുന്നില്ലേ? തീർച്ചയായും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിന്നെ ദുഃഖിപ്പിക്കുന്നുണ്ടെന്ന് നാം അറിയുന്നു. യഥാർത്ഥത്തിൽ അവർ തള്ളിപ്പറയുന്നത് നിന്നെയല്ല, മറിച്ച് ആ അക്രമികൾ തള്ളിപ്പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലാഹുവിന്റെ വചനങ്ങളെയാണ്. നിനക്ക് മുമ്പും നിരവധി ദേവദൂതന്മാരെ അവരുടെ ജനം തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നമ്മുടെ സഹായം വന്നെത്തും വരെ തങ്ങളെ തള്ളിപ്പറഞ്ഞതും പീഡിപ്പിച്ചതുമൊക്കെ അവർ ക്ഷമിക്കുകയായിരുന്നു. അല്ലാഹുവിന്റെ വചനങ്ങളെ മാറ്റിമറിക്കാൻ പോരുന്ന ആരുമില്ല. ദേവദൂതന്മാരുടെ കഥകളിൽ ചിലതൊക്കെ നിനക്ക് വന്നു കിട്ടിയിട്ടുണ്ടല്ലോ. എന്നിട്ടും ഈ ജനത്തിന്റെ അവഗണന നിനക്ക് അസഹ്യമാകുന്നുവെങ്കിൽ ഭൂമിയിൽ ഒരു തുരങ്കമുണ്ടാക്കിയോ ആകാശത്തേക്ക് കോണിവെച്ചോ അവർക്ക് എന്തെങ്കിലും ദൃഷ്ടാന്തം എത്തിച്ചുകൊടുക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്തുകൊള്ളുക. അല്ലാഹു ഇച്ഛിച്ചിരുന്നെങ്കിൽ അവരെയൊക്കെ അവൻ സന്മാർഗത്തിൽ ഒരുമിച്ചു കൂട്ടുമായിരുന്നു. അതിനാൽ നീ ഒരിക്കലും അവിവേകികളുടെ കൂട്ടത്തിൽ പെട്ടുപോകരുത്. കേട്ടു മനസ്സിലാക്കുന്നവരെ ഉത്തരമേകുകയുള്ളൂ. മരിച്ചവരെ അല്ലാഹു ഉയർത്തെഴുന്നേൽപ്പിക്കും. എന്നിട്ട് അവരെ തന്റെ അരികിലേക്ക് തിരിച്ചു കൊണ്ടുപോകും. അവർ ചോദിക്കുന്നു, ഈ പ്രവാചകന് തന്റെ നാഥനിൽ നിന്ന് ഒരു ദൃഷ്ടാന്തവും അവതരിക്കാത്തതെന്ത്? പറയുക, ദൃഷ്ടാന്തമിറക്കാൻ കഴിവുറ്റവൻ തന്നെയാണ് അല്ലാഹു. എന്നാൽ അവരിലേറെ പേരും അതറിയുന്നില്ല. ഭൂമിയിൽ ചരിക്കുന്ന ഏത് ജീവിയും ഇരുചിറകുകളിൽ പറക്കുന്ന ഏതു പറവയും നിങ്ങളെപ്പോലുള്ള ചില സമൂഹങ്ങളാണ്. മൂലപ്രമാണത്തിൽ നാം ഒന്നും വിട്ടുകളഞ്ഞിട്ടില്ല. പിന്നീട് അവരെല്ലാം തങ്ങളുടെ നാഥങ്കൽ ഒരുമിച്ചു ചേർക്കപ്പെടും. നമ്മുടെ തെളിവുകളെ തള്ളിക്കളഞ്ഞവർ ഇരുളിലകപ്പെട്ട ബധിരരും മൂകരുമാകുന്നു. അല്ലാഹു അവനിച്ഛിക്കുന്നവരെ ദുർമാർഗത്തിലാക്കുന്നു, അവനിച്ഛിക്കുന്നവരെ നേർവഴിയിലുമാക്കുന്നു. പറയുക, അല്ലാഹുവിന്റെ ശിക്ഷ നിങ്ങളെ ബാധിക്കുകയോ അല്ലെങ്കിൽ അന്ത്യനാൾ വന്നെത്തുകയോ ചെയ്താൽ അല്ലാഹു അല്ലാത്ത ആരെയെങ്കിലും നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുമോ? നിങ്ങൾ സത്യസന്ധരെങ്കിൽ ചിന്തിച്ചു പറയൂ. ഇല്ല, ഉറപ്പായും അപ്പോൾ അവനെ മാത്രമേ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുകയുള്ളൂ. അങ്ങനെ അവൻ ഇച്ഛിക്കുന്നുവെങ്കിൽ നിങ്ങൾ കേണുകൊണ്ടിരിക്കുന്നത് ഏതൊരു വിപത്തിന്റെ പേരിലാണോ അതിനെ അവൻ തട്ടിമാറ്റിയേക്കും. അന്നേരം അല്ലാഹുവിൽ പങ്കുചേർക്കുന്നവയെ നിങ്ങൾ മറക്കുകയും ചെയ്യും. നിനക്ക് മുമ്പും നിരവധി സമുദായങ്ങളിലേക്ക് നാം ദൂതന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. പിന്നെ ആ സമുദായങ്ങളെ നാം പീഡനങ്ങളാലും പ്രയാസങ്ങളാലും പിടികൂടി അവർ വിനീതരാകാൻ. അങ്ങനെ നമ്മുടെ ദുരിതം അവരെ ബാധിച്ചപ്പോൾ അവർ വിനീതരാവാതിരുന്നതെന്ത്? എന്നല്ല, അവരുടെ ഹൃദയങ്ങൾ കൂടുതൽ കടുത്തുപോവുകയാണുണ്ടായത്. അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം വളരെ നല്ല കാര്യങ്ങളാണെന്ന് പിശാച് അവരെ തോന്നിപ്പിക്കുകയും ചെയ്തു. അവർക്കു നാം നൽകിയ ഉദ്ബോധനം അവർ മറന്നപ്പോൾ സകല സൗഭാഗ്യങ്ങളുടെയും കവാടങ്ങൾ നാം അവർക്ക് തുറന്നുകൊടുത്തു. അങ്ങനെ തങ്ങൾക്കു നൽകപ്പെട്ടവയിൽ അവർ അതിരറ്റു സന്തോഷിച്ചുകൊണ്ടിരിക്കെ പൊടുന്നനെ നാം അവരെ പിടികൂടി. അപ്പോഴതാ അവർ നിരാശരായിത്തീരുന്നു. അക്രമികളായ ആ ജനത അങ്ങനെ നിശേഷം നശിപ്പിക്കപ്പെട്ടു. സർവലോക സംരക്ഷകനായ അല്ലാഹുവിന് സ്തുതി. ചോദിക്കുക, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അല്ലാഹു നിങ്ങളുടെ കേൾവിയും കാഴ്ചയും നഷ്ടപ്പെടുത്തുകയും നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് മുദ്രവയ്ക്കുകയും ചെയ്താൽ അല്ലാഹു അല്ലാതെ ഏതു ദൈവമാണ് നിങ്ങൾക്കവ വീണ്ടെടുത്തു തരിക? നോക്കൂ, നാം എങ്ങനെയൊക്കെയാണ് അവർക്ക് തെളിവുകൾ വിവരിച്ചു കൊടുക്കുന്നതെന്ന്. എന്നിട്ടും അവർ പിന്തിരിഞ്ഞു പോവുകയാണ്. ചോദിക്കുക, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പെട്ടെന്നോ പ്രത്യക്ഷത്തിലോ വല്ല ദൈവശിക്ഷയും നിങ്ങൾക്ക് വന്നെത്തിയാൽ എന്തായിരിക്കും സ്ഥിതി? അക്രമികളായ ജനതയല്ലാതെ നശിപ്പിക്കപ്പെടുമോ? സന്തോഷവാർത്ത അറിയിക്കുന്നവരും താക്കീത് നൽകുന്നവരുമായല്ലാതെ
നാം പ്രവാചകന്മാരെ അയക്കാറില്ല. അതിനാൽ സത്യവിശ്വാസം സ്വീകരിക്കുകയും കർമ്മങ്ങൾ കുറ്റമറ്റതാക്കുകയും ചെയ്യുന്നവർക്ക് ഒന്നും പേടിക്കാനില്ല, അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല. എന്നാൽ നമ്മുടെ തെളിവുകളെ തള്ളിപ്പറഞ്ഞവരെ തങ്ങളുടെ ധിക്കാരം കാരണമായി ശിക്ഷ ബാധിക്കുക തന്നെ ചെയ്യും. പറയുക, എന്റെ വശം അല്ലാഹുവിന്റെ ഖജനാവുകളുണ്ടെന്ന് ഞാൻ നിങ്ങളോട് അവകാശപ്പെടുന്നില്ല. അഭൗതിക കാര്യങ്ങൾ ഞാൻ അറിയുന്നുമില്ല. ഞാൻ ഒരു മലക്കാണെന്നും നിങ്ങളോട് പറയുന്നില്ല. എനിക്ക് അല്ലാഹുവിൽ നിന്ന് വഹിയായി ലഭിക്കുന്നവയല്ലാതൊന്നും ഞാൻ പിൻപറ്റുന്നില്ല. ചോദിക്കുക, കുരുടനും കാഴ്ചയുള്ളവനും ഒരുപോലെയാണോ? നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? തങ്ങളുടെ നാഥന്റെ സന്നിധിയിൽ ഒരു നാൾ ഒരുമിച്ച് കൂട്ടപ്പെടുമെന്ന് ഭയപ്പെടുന്നവർക്ക് ഇതുവഴി നീ മുന്നറിയിപ്പ് നൽകുക. അവനൊഴികെ ഒരു രക്ഷകനും ശുപാർശകനും അവർക്കില്ലെന്ന്. അവർ സൂക്ഷ്മതയുള്ളവരായേക്കാം. തങ്ങളുടെ നാഥന്റെ പ്രീതി പ്രതീക്ഷിച്ച് രാവിലെയും വൈകുന്നേരവും അവനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരെ നീ ആട്ടിയകറ്റരുത്. അവരുടെ കണക്കിൽപ്പെട്ട ഒന്നിന്റെയും ബാധ്യത നിനക്കില്ല. നിന്റെ കണക്ക് നോക്കേണ്ട ബാധ്യത അവർക്കുമില്ല. എന്നിട്ടും അവരെ ആട്ടിയകറ്റിയാൽ നീ അക്രമികളിൽ പെട്ടുപോകും. അவ்விധം അവരിൽ ചിലരെ നാം മറ്റു ചിലരാൽ പരീക്ഷണത്തിലകപ്പെടുത്തിയിരിക്കുന്നു. ഞങ്ങളുടെ ഇടയിൽ നിന്ന് ഇവരെയാണോ അല്ലാഹു അനുഗ്രഹിച്ചത് എന്ന് അവർ പറയാനാണിത്. നന്ദിയുള്ളവരെ നന്നായി അറിയുന്നവൻ അല്ലാഹുവല്ലയോ? നമ്മുടെ വചനങ്ങളിൽ വിശ്വസിക്കുന്നവർ നിന്നെ സമീപിച്ചാൽ നീ പറയണം, നിങ്ങൾക്ക് സമാധാനം. നിങ്ങളുടെ നാഥൻ കാരുണ്യത്തെ തന്റെ ബാധ്യതയാക്കിയിരിക്കുന്നു. അതിനാൽ നിങ്ങളിലാരെങ്കിലും അറിവില്ലായ്മ കാരണം വല്ല തെറ്റും ചെയ്യുകയും പിന്നീട് പശ്ചാത്തപിച്ച് കർമ്മങ്ങൾ നന്നാക്കുകയുമാണെങ്കിൽ അറിയുക, തീർച്ചയായും അല്ലാഹു ഏറെ പൊറുക്കുന്നവനും ദയാപരനുമാണ്. ഇவ்விധം നാം തെളിവുകൾ വിവരിച്ചു തരുന്നു. പാപികളുടെ വഴി വ്യക്തമായി വേർതിരിഞ്ഞു കാണാനാണിത്. പറയുക, അല്ലാഹുവെ വിട്ട് നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവയെ പൂജിക്കുന്നത് എനിക്ക് തീർത്തും വിലക്കപ്പെട്ടിരിക്കുന്നു. പറയുക, നിങ്ങളുടെ തന്നിഷ്ടങ്ങളെ ഞാൻ പിൻപറ്റുകയില്ല. അങ്ങനെ ചെയ്താൽ ഞാൻ വഴി പിഴച്ചവനാകും. ഞാൻ ഒരിക്കലും നേർവഴി പ്രാപിച്ചവരിൽ പെടുകയുമില്ല. പറയുക, ഉറപ്പായും ഞാൻ എന്റെ നാഥനിൽ നിന്നുള്ള വ്യക്തമായ പ്രമാണം മുറുകെ പിടിക്കുന്നവനാണ്. നിങ്ങളോ അതിനെ തള്ളിപ്പറഞ്ഞവരും. നിങ്ങൾ തിരക്കുകൂട്ടിക്കൊണ്ടിരിക്കുന്ന ആ ശിക്ഷാ നടപടി എന്റെ വശമില്ല. വിധി തീർപ്പിനുള്ള സമസ്താധികാരവും അല്ലാഹുവിനു മാത്രമാണ്. അവൻ സത്യാവസ്ഥ വിവരിച്ചു തരും. തീരുമാനമെടുക്കുന്നവരിൽ അത്യുത്തമൻ അവനത്രേ. പറയുക, നിങ്ങൾ ധൃതി കൂട്ടിക്കൊണ്ടിരിക്കുന്ന അക്കാര്യം എന്റെ വശമുണ്ടായിരുന്നെങ്കിൽ എനിക്കും നിങ്ങൾക്കുമിടയിൽ എന്നേ കാര്യം തീരുമാനിക്കപ്പെടുമായിരുന്നു. അക്രമികളെക്കുറിച്ച് നന്നായി അറിയുന്നവനാണ് അല്ലാഹു. അഭൗതിക കാര്യങ്ങളുടെ താക്കോലുകൾ അല്ലാഹുവിന്റെ വശമാണ്. അവനല്ലാതെ അതറിയുകയില്ല. കരയിലും കടലിലുമുള്ളതെല്ലാം അവനറിയുന്നു. അവനറിയാതെ ഒരില പോലും പൊഴിയുന്നില്ല. ഭൂമിയുടെ ഉൾഭാഗത്ത് ഒരു ധാന്യമണിയോ പച്ചയും ഉണങ്ങിയതുമായ ഏതെങ്കിലും വസ്തുവോ ഒന്നും തന്നെ വ്യക്തമായ മൂലപ്രമാണത്തിൽ രേഖപ്പെടുത്താത്തതായി ഇല്ല. രാത്രിയിൽ നിങ്ങളുടെ ജീവനെ പിടിച്ചുവെക്കുന്നത് അവനാണ്. പകലിൽ നിങ്ങൾ ചെയ്യുന്നതെല്ലാം അവൻ അറിയുകയും ചെയ്യുന്നു. പിന്നീട് നിശ്ചിത ജീവിതാവധി പൂർത്തീകരിക്കാനായി അവൻ നിങ്ങളെ പകലിൽ എഴുന്നേൽപ്പിക്കുന്നു. അതിനുശേഷം അവങ്കലേക്ക് തന്നെയാണ് നിങ്ങൾ തിരിച്ചു ചെല്ലുന്നത്. അപ്പോൾ അവൻ നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതിനെപ്പറ്റിയെല്ലാം നിങ്ങളെ വിവരമറിയിക്കും. അല്ലാഹു തന്റെ ദാസന്മാരുടെ മേൽ പൂർണ്ണാധികാരമുള്ളവനാണ്. നിങ്ങളുടെ മേൽ അവൻ കാവൽക്കാരെ നിയോഗിക്കുന്നു. അങ്ങനെ നിങ്ങളിലാർക്കെങ്കിലും മരണസമയമായാൽ നമ്മുടെ ദൂതന്മാർ അയാളുടെ ആയുസ് അവസാനിപ്പിക്കുന്നു. അതിലവർ ഒരു വീഴ്ചയും വരുത്തുകയില്ല. പിന്നെ അവരെ
തങ്ങളുടെ സാക്ഷാൽ യജമാനനായ അല്ലാഹുവിന്റെ സന്നിധിയിലേക്ക് മടക്കി അയക്കും. അറിയുക, വിധി തീർപ്പിനുള്ള അധികാരം അല്ലാഹുവിനാണ്. അവൻ അതിവേഗം വിചാരണ ചെയ്യുന്നവനാകുന്നു. ചോദിക്കുക, ഈ വിപത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചാൽ ഉറപ്പായും ഞങ്ങൾ നന്ദിയുള്ളവരാകുമെന്ന് നിങ്ങൾ വിനയത്തോടും സ്വകാര്യമായും പ്രാർത്ഥിക്കുമ്പോൾ ആരാണ് കരയുടെയും കടലിന്റെയും കൂരിരുളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുന്നത്? പറയുക, അല്ലാഹുവാണ് അവയിൽ നിന്നും മറ്റെല്ലാ ക്ലേശങ്ങളിൽ നിന്നും നിങ്ങളെ രക്ഷിക്കുന്നത്. എന്നിട്ടും നിങ്ങൾ അവന് പങ്കുകാരെ സങ്കൽപ്പിക്കുകയാണല്ലോ. പറയുക, നിങ്ങളുടെ മുകൾ ഭാഗത്തു നിന്നോ കാൽ ചുവട്ടിൽ നിന്നോ നിങ്ങളുടെ മേൽ ശിക്ഷ വരുത്താൻ കഴിവുറ്റവനാണവൻ. അല്ലെങ്കിൽ നിങ്ങളെ പല കക്ഷികളാക്കി ആശയക്കുഴപ്പത്തിലകപ്പെടുത്തി പരസ്പരം പീഡനമേൽപ്പിക്കാനും അവന് കഴിയും. നോക്കൂ, അവർ കാര്യം മനസ്സിലാക്കാനായി എவ்விധമാണ് നാം തെളിവുകൾ വിവരിച്ചു കൊടുക്കുന്നത്. നിന്റെ ജനത അതിനെ തള്ളിക്കളഞ്ഞിരിക്കുന്നു, അതാകട്ടെ സത്യവുമാണ്. പറയുക, ഞാൻ നിങ്ങളുടെ കൈകാര്യകർത്താവൊന്നുമല്ല. ഓരോ വാർത്തയ്ക്കും അത് പുലരുന്ന സന്ദർഭമുണ്ട്. അത് പിന്നീട് നിങ്ങൾ അറിയുക തന്നെ ചെയ്യും. നമ്മുടെ വചനങ്ങളെ ആരെങ്കിലും പരിഹസിക്കുന്നത് നിന്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ അവർ മറ്റു വല്ല സംസാരത്തിലും വ്യാപൃതമാവും വരെ നീ അവരിൽ നിന്ന് അകന്നു നിൽക്കുക. വല്ലപ്പോഴും പിശാചു നിന്നെ വിസ്മൃതിയിലാക്കിയാൽ ഓർമ്മ വന്ന ശേഷം നീ ആ അതിക്രമികളോടൊപ്പമിരിക്കരുത്. അവരുടെ കണക്കിൽ വരുന്ന ഒന്നിന്റെയും ബാധ്യത സൂക്ഷ്മത പാലിച്ചു കഴിയുന്നവർക്കില്ല. എന്നാൽ അവരെ ഓർമ്മിപ്പിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. അതുവഴി അവർ സൂക്ഷ്മത പാലിക്കുന്നവരായേക്കാം. തങ്ങളുടെ ജീവിതരീതിയെ കളിയും തമാശയുമാക്കുകയും ലൗകിക ജീവിതത്തിൽ വഞ്ചിതരാവുകയും ചെയ്തവരെ വിട്ടേക്കുക. അതോടൊപ്പം ഈ ഖുർആൻ ഉപയോഗിച്ച് അവരെ ഉദ്ബോധിപ്പിക്കുക. ആരും തങ്ങൾ ചെയ്തു കൂട്ടിയതിന്റെ പേരിൽ നാശത്തിലകപ്പെടാതിരിക്കാനാണിത്. ആർക്കും അല്ലാഹുവൊഴികെ ഒരു രക്ഷകനോ ശുപാർശകനോ ഇല്ല. എന്തുതന്നെ പ്രായശ്ചിത്തം നൽകിയാലും അവരിൽ നിന്ന് അത് സ്വീകരിക്കപ്പെടുന്നതല്ല. തങ്ങൾ ചെയ്തു കൂട്ടിയതിനാൽ നാശത്തിലകപ്പെട്ടവരാണവർ. തങ്ങളുടെ സത്യനിഷേധം കാരണമായി ചുട്ടുപൊള്ളുന്ന കുടിനീരാണ് അവർക്കുണ്ടാവുക, വേദനയേറിയ ശിക്ഷയും. ചോദിക്കുക, അല്ലാഹുവെ വിട്ട് ഞങ്ങൾക്ക് ഗുണമോ ദോഷമോ വരുത്താനാവാത്തവയെ ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുകയോ? അങ്ങനെ അല്ലാഹു ഞങ്ങളെ നേർവഴിയിലാക്കിയ ശേഷം വീണ്ടും പിറകോട്ട് തിരിച്ചു പോവുകയോ? പിശാചിനാൽ വഴിപിഴച്ച് ഭൂമിയിൽ പരിഭ്രാന്തനായി അലയുന്നവനെപ്പോലെ ആവുകയോ? അവന് ചില കൂട്ടുകാരുണ്ട്. അവർ ഇങ്ങോട്ടു വരൂ എന്ന് പറഞ്ഞ് നേർവഴിയിലേക്ക് അവനെ ക്ഷണിക്കുന്നു. പറയുക, തീർച്ചയായും അല്ലാഹുവിന്റെ മാർഗദർശനമാണ് യഥാർത്ഥ വഴികാട്ടി. പ്രപഞ്ചനാഥന് വഴിപ്പെടാൻ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. നമസ്കാരം നിഷ്ഠയോടെ നിർവഹിക്കുവിൻ, അല്ലാഹുവോട് ഭക്തി പുലർത്തുവിൻ എന്നും ഞങ്ങളോട് ആജ്ഞാപിച്ചിരിക്കുന്നു. അവന്റെ സന്നിധിയിലാണ് നിങ്ങളെയെല്ലാം ഒരുമിച്ചു കൂട്ടുക. അവനാണ് ആകാശഭൂമികളെ യാഥാർത്ഥ്യനിഷ്ഠമായി സൃഷ്ടിച്ചവൻ. അവൻ ഉണ്ടാവുക എന്ന് പറയും നാൾ അത് സംഭവിക്കുക തന്നെ ചെയ്യും. അവന്റെ വചനം സത്യമാകുന്നു. കാഹളത്തിൽ ഊതും നാൾ സർവാധിപത്യം അവനു മാത്രമായിരിക്കും. മറഞ്ഞതും തെളിഞ്ഞതും നന്നായി അറിയുന്നവനാണവൻ. അവൻ യുക്തിമാനും സൂക്ഷ്മജ്ഞനുമാണ്. ഓർക്കുക, ഇബ്രാഹിം തന്റെ പിതാവ് ആസറിനോട് പറഞ്ഞ സന്ദർഭം. വിഗ്രഹങ്ങളെയാണോ താങ്കൾ ദൈവങ്ങളാക്കിയിരിക്കുന്നത്? തീർച്ചയായും താങ്കളും താങ്കളുടെ ജനതയും വ്യക്തമായ വഴിക്കേടിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അவ்விധം തന്നെയാണ് ഇബ്രാഹീമിന് നാം ആകാശഭൂമികളിലെ നമ്മുടെ ആധിപത്യ വ്യവസ്ഥ കാണിച്ചുകൊടുത്തത്, അദ്ദേഹം അടിയുറച്ച സത്യവിശ്വാസിയാകാൻ. അങ്ങനെ രാവ് അദ്ദേഹത്തെ ആവരണം ചെയ്തപ്പോൾ അദ്ദേഹം ഒരു നക്ഷത്രത്തെ കണ്ടു. അപ്പോൾ പറഞ്ഞു, ഇതാണെന്റെ നാഥൻ. പിന്നെ അതസ്തമിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു,
അസ്തമിച്ചു പോകുന്നവയെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. പിന്നീട് ചന്ദ്രൻ ഉദിച്ചുയരുന്നത് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതാണെന്റെ നാഥൻ. അതും അസ്തമിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്റെ നാഥൻ എനിക്ക് നേർവഴി കാണിച്ചു തരുന്നില്ലെങ്കിൽ തീർച്ചയായും ഞാൻ വഴി പിഴച്ചവരിൽ പെട്ടുപോകും. പിന്നീട് സൂര്യൻ ഉദിച്ചു വരുന്നത് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതാണെന്റെ നാഥൻ. ഇത് മറ്റെല്ലാറ്റിനേക്കാളും വലുതാണ്. അങ്ങനെ അതും അസ്തമിച്ചപ്പോൾ അദ്ദേഹം പ്രഖ്യാപിച്ചു, എന്റെ ജനമേ, നിങ്ങൾ അല്ലാഹുവിൽ പങ്കുചേർക്കുന്നതിൽ നിന്നൊക്കെയും ഞാനിതാ മുക്തനായിരിക്കുന്നു. തീർച്ചയായും ഞാൻ നേർവഴിയിൽ ഉറച്ചു നിന്നുകൊണ്ട് എന്റെ മുഖം ആകാശഭൂമികളെ സൃഷ്ടിച്ചവനിലേക്ക് തിരിച്ചിരിക്കുന്നു. ഞാൻ ഒരിക്കലും ബഹുദൈവ വിശ്വാസികളിൽപ്പെട്ടവനല്ല, തീർച്ച. തന്റെ ജനം അദ്ദേഹത്തോട് തർക്കത്തിലേർപ്പെട്ടു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, അല്ലാഹുവിന്റെ കാര്യത്തിലാണോ നിങ്ങൾ എന്നോട് തർക്കിക്കുന്നത്? അവൻ എന്നെ നേർവഴിയിലാക്കിയിരിക്കുന്നു. നിങ്ങൾ അവന്റെ പങ്കാളികളാക്കുന്ന ഒന്നിനെയും ഞാൻ പേടിക്കുന്നില്ല. എന്റെ നാഥൻ ഇച്ഛിക്കുന്നതല്ലാതെ ഒന്നും ഇവിടെ സംഭവിക്കുകയില്ല. എന്റെ നാഥന്റെ അറിവ് എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്നു. എന്നിട്ടും നിങ്ങൾ ചിന്തിച്ചു മനസ്സിലാക്കുന്നില്ലേ? നിങ്ങൾ അല്ലാഹുവിന് പങ്കാളികളാക്കുന്നവയെ ഞാൻ എങ്ങനെ പേടിക്കും? നിങ്ങളാകട്ടെ അല്ലാഹു നിങ്ങൾക്കൊരു തെളിവും തന്നിട്ടില്ലാത്തവയെ അവനിൽ പങ്കാളികളാക്കുന്നതിനെക്കുറിച്ച് ഭയപ്പെടുന്നുമില്ല. നാം ഇരുവിഭാഗങ്ങളിൽ ആരാണ് നിർഭയരായിരിക്കാൻ കൂടുതൽ അർഹർ? നിങ്ങൾക്ക് തിരിച്ചറിവുണ്ടെങ്കിൽ പറയൂ. വിശ്വസിക്കുകയും തങ്ങളുടെ വിശ്വാസത്തെ വികലധാരണകളാൽ വികൃതമാക്കാതിരിക്കുകയും ചെയ്തവർക്ക് ഒന്നും പേടിക്കേണ്ടതില്ല. നേർവഴി പ്രാപിച്ചവരും അവർ തന്നെ. ഇബ്രാഹീമിന് തന്റെ ജനതയ്ക്കെതിരെ നാം നൽകിയ ന്യായം അതായിരുന്നു. നാം ഇച്ഛിക്കുന്നവർക്ക് നാം പദവികൾ ഉയർത്തിക്കൊടുക്കുന്നു. നിന്റെ നാഥൻ യുക്തിമാനും അഭിജ്ഞനും തന്നെ, തീർച്ച. അദ്ദേഹത്തിന് നാം ഇസ്ഹാക്കിനെയും യാക്കൂബിനെയും സമ്മാനിച്ചു. അവരെയൊക്കെ നാം നേർവഴിയിലാക്കി. അതിനു മുമ്പ് നൂഹിനു നാം സത്യമാർഗം കാണിച്ചു കൊടുത്തിരുന്നു. അദ്ദേഹത്തിന്റെ സന്താനങ്ങളിൽപ്പെട്ട ദാവൂദിനെയും സുലൈമാനെയും അയ്യൂബിനെയും യൂസുഫിനെയും മൂസായെയും ഹാറൂനെയും നാം നേർവഴിയിലാക്കി. അவ்விധം നാം സൽക്കർമ്മികൾക്ക് പ്രതിഫലം നൽകുന്നു. സക്കരിയ, യഹ്യ, ഈസ, ഇല്യാസ് എന്നിവർക്കും നാം സന്മാർഗമരുളി. അവരൊക്കെയും സച്ചരിതരായിരുന്നു. അவ்விധം ഇസ്മായിൽ, അല്യസ, യൂനസ്, ലൂത്ത് എന്നിവർക്കും നാം സന്മാർഗമേകി. അവരെയെല്ലാം നാം ലോകത്തുള്ള മറ്റാരെക്കാളും ശ്രേഷ്ഠരാക്കിയിരിക്കുന്നു. അவ்விധം അവരുടെ പിതാക്കളിൽ നിന്നും മക്കളിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും ചിലരെ നാം മഹാന്മാരാക്കിയിട്ടുണ്ട്. അവരെ നാം പ്രത്യേകം തെരഞ്ഞെടുക്കുകയും നേർവഴിയിൽ നയിക്കുകയും ചെയ്തു. അതാണ് അല്ലാഹുവിന്റെ സന്മാർഗം. തന്റെ ദാസന്മാരിൽ താൻ ഇച്ഛിക്കുന്നവരെ അവൻ നേർവഴിയിലാക്കുന്നു. അവർ അല്ലാഹുവിൽ പങ്കുകാരെ സങ്കൽപ്പിച്ചിരുന്നുവെങ്കിൽ അവർക്ക് തങ്ങളുടെ പ്രവൃത്തികളൊക്കെ പാഴായി പോകുമായിരുന്നു. നാം വേദവും വിജ്ഞാനവും പ്രവാചകത്വവും നൽകിയവരാണവർ. ഇപ്പോൾ അവർ അതിനെ തള്ളിപ്പറയുന്നുവെങ്കിൽ അവർ അറിഞ്ഞിരിക്കട്ടെ, അതിനെ തള്ളിക്കളയാത്ത മറ്റൊരു ജനതയെയാണ് നാം അത് ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. അവരെ തന്നെയാണ് അല്ലാഹു നേർവഴിയിലാക്കിയത്. അതിനാൽ അവരുടെ സത്യപാത നീയും പിന്തുടരുക. പറയുക, ഇതിന്റെ പേരിൽ ഒരു പ്രതിഫലവും ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നില്ല. ഇത് ലോകർക്കാകമാനമുള്ള ഉദ്ബോധനമല്ലാതൊന്നുമല്ല. അല്ലാഹു ഒരാൾക്കും ഒന്നും ഇറക്കിക്കൊടുത്തിട്ടില്ലെന്ന് അവർ വാദിച്ചത് അല്ലാഹുവിന്റെ മഹത്വം യഥാവിധി വിലയിരുത്തിക്കൊണ്ടല്ല. ചോദിക്കുക, ജനങ്ങൾക്ക് വഴികാട്ടിയും വെളിച്ചവുമായി മൂസ കൊണ്ടുവന്ന വേദപുസ്തകം ആരാണ് ഇറക്കിത്തന്നത്? നിങ്ങൾ അതിനെ കേവലം കടലാസു തുണ്ടുകളാക്കി. അങ്ങനെ ചിലത് വെളിപ്പെടുത്തുകയും മറ്റു പലതും മറച്ചുവെക്കുകയും ചെയ്യുന്നു.
നിങ്ങൾക്കും നിങ്ങളുടെ പൂർവ്വപിതാക്കൾക്കും അറിവില്ലാതിരുന്ന പലതും അതിലൂടെ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. പറയുക, അല്ലാഹുവാണ് അതിറക്കിത്തന്നത്. എന്നിട്ട് അവരെ തങ്ങളുടെ വിടുവായത്തങ്ങളിൽ തന്നെ വിഹരിക്കാൻ വിട്ടേക്കുക. നാം ഇറക്കിയ അനുഗ്രഹീത ഗ്രന്ഥം ഇതാ. ഇതിനു മുമ്പുള്ളവയെ ശരിവെക്കുന്നതാണിത്. മക്ക നഗരത്തിലും പരിസരങ്ങളിലുമുള്ളവർക്ക് മുന്നറിയിപ്പ് നൽകാനുള്ളതും. പരലോകത്തിൽ വിശ്വസിക്കുന്നവരെല്ലാം ഈ വേദത്തിലും വിശ്വസിക്കുന്നു. അവർ തങ്ങളുടെ നമസ്കാരം നിഷ്ഠയോടെ നിർവഹിക്കുന്നു. അല്ലാഹുവിന്റെ പേരിൽ കള്ളം കെട്ടിയുണ്ടാക്കുകയോ ഒരു ദിവ്യ സന്ദേശവും ലഭിക്കാതെ തനിക്ക് ദിവ്യബോധനം ലഭിച്ചിരിക്കുന്നുവെന്ന് വാദിക്കുകയോ അല്ലാഹു അവതരിപ്പിച്ചതുപോലുള്ളത് താനും അവതരിപ്പിക്കുമെന്ന് വീമ്പ് പറയുകയോ ചെയ്തവനേക്കാൾ വലിയ അക്രമി ആരുണ്ട്? ആ അക്രമികൾ മരണവെപ്രാളത്തിലകപ്പെടുമ്പോൾ മലക്കുകൾ കൈനീട്ടിക്കൊണ്ട് ഇങ്ങനെ പറയുന്നു: നിങ്ങൾ നിങ്ങളുടെ ആത്മാക്കളെ പുറത്തേക്ക് തള്ളുക. നിങ്ങൾ അല്ലാഹുവിന്റെ പേരിൽ സത്യവിരുദ്ധമായത് പ്രചരിപ്പിച്ചു. അവന്റെ പ്രമാണങ്ങളെ അഹങ്കാരത്തോടെ തള്ളിക്കളഞ്ഞു. അതിനാൽ നിങ്ങൾക്ക് നിന്ദ്യമായ ശിക്ഷയുണ്ട്. ഇതൊക്കെയും നിനക്ക് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. അവരോട് പറയും, നിങ്ങളെ നാം ആദ്യ തവണ സൃഷ്ടിച്ച പോലെ നിങ്ങളിതാ നമ്മുടെ അടുക്കൽ ഒറ്റയൊറ്റയായി വന്നെത്തിയിരിക്കുന്നു. നാം നിങ്ങൾക്ക് അധീനപ്പെടുത്തി തന്നിരുന്നതെല്ലാം പിന്നിൽ വിട്ടേച്ചുകൊണ്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. നിങ്ങളുടെ കാര്യത്തിൽ അല്ലാഹുവിന്റെ പങ്കുകാരെന്ന് നിങ്ങൾ അവകാശപ്പെട്ടിരുന്ന ശിപാർശകരെയൊന്നും ഇപ്പോൾ നാം നിങ്ങളോടൊപ്പം കാണുന്നില്ലല്ലോ. നിങ്ങൾക്കിടയിലെ ബന്ധങ്ങളൊക്കെ അറ്റുപോയിരിക്കുന്നു. നിങ്ങളുടെ അവകാശവാദങ്ങളെല്ലാം നിങ്ങൾക്ക് കൈമോശം വന്നിരിക്കുന്നു. ധാന്യമണികളെയും ഫലബീജങ്ങളെയും പിളർക്കുന്നവൻ അല്ലാഹുവാണ്. ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ളതിനെ ഉൽപ്പാദിപ്പിക്കുന്നതും ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതിനെ പുറത്തെടുക്കുന്നതും അവൻ തന്നെ. ഇതൊക്കെ ചെയ്യുന്നവനാണ് അല്ലാഹു. എന്നിട്ടും നിങ്ങൾ എങ്ങോട്ടാണ് വഴിതെറ്റിപ്പോകുന്നത്? പ്രഭാതത്തെ വിടർത്തുന്നതവനാണ്. രാവിനെ അവൻ വിശ്രമവേളയാക്കി. സൂര്യചന്ദ്രന്മാരെ സമയനിർണയത്തിനുള്ള അടിസ്ഥാനവും. പ്രതാപിയും എല്ലാം അറിയുന്നവനുമായ അല്ലാഹുവിന്റെ ക്രമീകരണമാണിതെല്ലാം. കരയിലെയും കടലിലെയും കൂരിരുളിൽ നിങ്ങൾക്ക് വഴി കാണാൻ നക്ഷത്രങ്ങളെ സൃഷ്ടിച്ചതും അവൻ തന്നെ. കാര്യമറിയാൻ കഴിയുന്നവർക്ക് നാം ഇതാ തെളിവുകൾ വിശദീകരിച്ചു തരുന്നു. ഒരേയൊരു സത്തയിൽ നിന്ന് നിങ്ങളെയൊക്കെ സൃഷ്ടിച്ചുണ്ടാക്കിയതും അവനാണ്. പിന്നെ നിങ്ങൾക്കാവശ്യമായ വാസസ്ഥലവും നിങ്ങളെ ഏൽപ്പിക്കുന്ന ഇടവുമുണ്ട്. ഈ തെളിവുകളൊക്കെയും നാം വിവരിച്ചു തരുന്നത് കാര്യം മനസ്സിലാക്കുന്ന ജനത്തിനു വേണ്ടിയാണ്. അവൻ തന്നെയാണ് മാനത്തുനിന്ന് വെള്ളം ഇറക്കിയത്. അങ്ങനെ അതുവഴി നാം സകല വസ്തുക്കളുടെയും മുളകൾ കിളിർപ്പിച്ചു. പിന്നെ നാം അവയിൽ നിന്ന് പച്ചപ്പുള്ള ചെടികൾ വളർത്തി. അവയിൽ നിന്ന് ഇടതൂർന്ന ധാന്യക്കതിരുകളും. നാം ഈന്തപ്പനയുടെ കൂമ്പോളകളിൽ തൂങ്ങിക്കിടക്കുന്ന കുലകൾ ഉൽപ്പാദിപ്പിച്ചു. മുന്തിരിത്തോട്ടങ്ങളും ഒലീവും റുമ്മാനുമുണ്ടാക്കി. ഒരുപോലെയുള്ളതും എന്നാൽ വ്യത്യസ്തങ്ങളുമായവ. അവ കായ്ക്കുമ്പോൾ അവയിൽ കനികളുണ്ടാകുന്നതും അവ പാകമാകുന്നതും നന്നായി ശ്രദ്ധിക്കുക. വിശ്വസിക്കുന്ന ജനത്തിന് ഇതിലെല്ലാം തെളിവുകളുണ്ട്. എന്നിട്ടും അവർ ജിന്നുകളെ അല്ലാഹുവിന്റെ പങ്കാളികളാക്കുന്നു. എന്നാൽ അവനാണ് ജിന്നുകളെ സൃഷ്ടിച്ചത്. ഒരു വിവരവുമില്ലാതെ അവരവന് പുത്രന്മാരെയും പുത്രിമാരെയും സങ്കൽപ്പിക്കുന്നു. അവനാകട്ടെ അവരുടെ വിവരണങ്ങൾക്കെല്ലാം അതീതനും പരിശുദ്ധനുമത്രേ. ആകാശഭൂമികളെ മുൻമാതൃകകളില്ലാതെ സൃഷ്ടിച്ചവനാണ് അല്ലാഹു. അവനെങ്ങനെ മക്കളുണ്ടാകും? അവന് ഇണ പോലുമില്ലല്ലോ. അവൻ സകല വസ്തുക്കളെയും സൃഷ്ടിച്ചു. അവൻ എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ്. അവനാണ് അല്ലാഹു, നിങ്ങളുടെ നാഥൻ. അവനല്ലാതെ ദൈവമില്ല. സകല വസ്തുക്കളെയും സൃഷ്ടിച്ചവനാണവൻ. അതിനാൽ നിങ്ങൾ അവനു മാത്രം വഴിപ്പെടുക. അവൻ എല്ലാ കാര്യങ്ങളുടെയും കൈകാര്യകർത്താവാണ്.
കണ്ണുകൾക്കൊന്നും അവനെ കാണാനാവില്ല. എന്നാൽ അവൻ എല്ലാ കണ്ണുകളെയും കാണുന്നു. അവൻ സൂക്ഷ്മജ്ഞനാണ്, എല്ലാം അറിയുന്നവനും. നിങ്ങളുടെ നാഥനിൽ നിന്ന് നിങ്ങൾക്കിതാ ഉൾക്കാഴ്ച തരുന്ന തെളിവുകൾ വന്നെത്തിയിരിക്കുന്നു. ആരെങ്കിലും അത് കണ്ടറിയുന്നുവെങ്കിൽ അതിന്റെ ഗുണം അവനു തന്നെയാണ്. ആരെങ്കിലും അന്ധത നടിച്ചാൽ അതിന്റെ ദോഷവും അവനു തന്നെ. ഞാൻ നിങ്ങളുടെ സംരക്ഷണ ചുമതല ഏറ്റെടുത്തവനൊന്നുമല്ല. അവ്വിധം വിവിധ രൂപേണ നാം നമ്മുടെ വചനങ്ങൾ വിശദീകരിച്ചു തരുന്നു. നീ ആരിൽ നിന്നൊക്കെയോ പഠിച്ചു വന്നതാണെന്ന് സത്യനിഷേധികളെക്കൊണ്ട് പറയിക്കാനാണിത്. കാര്യം മനസ്സിലാക്കുന്നവർക്ക് വസ്തുത വ്യക്തമാക്കിക്കൊടുക്കാനും. നിനക്ക് നിന്റെ നാഥനിൽ നിന്ന് ബോധനമായി ലഭിച്ചത് പിൻപറ്റുക. അവനല്ലാതെ ദൈവമില്ല. ഈ ബഹുദൈവ വിശ്വാസികളെ അവഗണിക്കുക. അല്ലാഹു ഇച്ഛിച്ചിരുന്നെങ്കിൽ അവരവന് പങ്കാളികളെ സങ്കൽപ്പിക്കുമായിരുന്നില്ല. നിന്നെ നാം അവരുടെ രക്ഷാകർതൃത്വം ഏൽപ്പിച്ചിട്ടില്ല. നീ അവരുടെ ചുമതലകൾ ഏൽപ്പിക്കപ്പെട്ടവനുമല്ല. അല്ലാഹുവെ വിട്ട് അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നവയെ നിങ്ങൾ ശകാരിക്കരുത്. അങ്ങനെ ചെയ്താൽ അവർ തങ്ങളുടെ അറിവില്ലായ്മയാൽ അല്ലാഹുവേയും അന്യായമായി ശകാരിക്കും. അവ്വിധം ഓരോ വിഭാഗത്തിനും അവരുടെ ചെയ്തികളെ നാം മനോഹരങ്ങളായി തോന്നിപ്പിച്ചിരിക്കുന്നു. പിന്നീട് തങ്ങളുടെ നാഥന്റെ അടുത്തേക്കാണ് അവരുടെ മടക്കം. അപ്പോൾ അവർ ചെയ്തുകൊണ്ടിരുന്നതിനെപ്പറ്റിയെല്ലാം അവൻ അവരെ വിവരമറിയിക്കും. അവർ അല്ലാഹുവിന്റെ പേരിൽ സത്യം ചെയ്തു തറപ്പിച്ചു പറഞ്ഞു, തങ്ങൾക്ക് വല്ല ദൃഷ്ടാന്തവും വന്നെത്തിയാൽ അതിൽ വിശ്വസിക്കുക തന്നെ ചെയ്യുമെന്ന്. പറയുക, ദൃഷ്ടാന്തങ്ങൾ അല്ലാഹുവിന്റെ അധീനതയിലാണ്. ദൃഷ്ടാന്തങ്ങൾ വന്നു കിട്ടിയാലും അവർ വിശ്വസിക്കുകയില്ലെന്ന് നിങ്ങളെ എങ്ങനെ ബോധ്യപ്പെടുത്താനാണ്? അവരുടെ ഹൃദയങ്ങളെയും കണ്ണുകളെയും നാം മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യ തവണ അവരിതിൽ വിശ്വസിക്കാതിരുന്ന പോലെ തന്നെ തങ്ങളുടെ അതിക്രമങ്ങളിൽ തന്നെ വിഹരിക്കാൻ നാം അവരെ വിടുകയും ചെയ്യുന്നു. നാം മലക്കുകളെ തന്നെ അവരിലേക്കിറക്കിയാലും മരിച്ചവർ അവരോട് സംസാരിച്ചാലും സകല വസ്തുക്കളെയും നാം അവരുടെ മുന്നിൽ ഒരുമിച്ച് കൂട്ടിയാലും അവർ വിശ്വസിക്കുകയില്ല, ദൈവേച്ഛയുണ്ടെങ്കിലല്ലാതെ. എന്നിട്ടും അവരിലേറെ പേരും വിവരക്കേട് പറയുകയാണ്. അവ്വിധം നാം ഓരോ പ്രവാചകനും മനുഷ്യരിലും ജിന്നുകളിലും പെട്ട പിശാചുക്കളെ ശത്രുക്കളാക്കി വെച്ചിട്ടുണ്ട്. അവർ അന്യോന്യം വഞ്ചിക്കുന്ന മോഹന വാക്കുകൾ വാരിവിതറുന്നു. നിന്റെ നാഥൻ ഇച്ഛിച്ചിരുന്നെങ്കിൽ അവരങ്ങനെ ചെയ്യുമായിരുന്നില്ല. അതിനാൽ നീ അവരെയും അവരുടെ വെറും വാക്കുകളെയും അവഗണിക്കുക. പരലോകത്തിൽ വിശ്വസിക്കാത്തവരുടെ മനസ്സുകൾ ആ വഞ്ചനയിലേക്ക് ചായാനാണിത്. അവരതിൽ തൃപ്തരാകാനും അവർ ചെയ്തു കൂട്ടുന്നതൊക്കെ ഇവരും കാട്ടിക്കൂട്ടാൻ വേണ്ടിയും. കാര്യം ഇതായിരിക്കെ ഞാൻ അല്ലാഹു അല്ലാത്ത മറ്റൊരു വിധികർത്താവിനെ തേടുകയോ? അവനോ വിശദവിവരങ്ങളടങ്ങിയ വേദപുസ്തകം നിങ്ങൾക്ക് ഇറക്കിത്തന്നവനാണ്. നാം നേരത്തെ വേദം നൽകിയവർക്കറിയാം ഇത് നിന്റെ നാഥനിൽ നിന്ന് സത്യവുമായി അവതീർണമായതാണെന്ന്. അതിനാൽ നീ ഒരിക്കലും സംശയാലുക്കളിൽ പെട്ടുപോകരുത്. നിന്റെ നാഥന്റെ വചനം സത്യത്താലും നീതിയാലും സമഗ്രമായിരിക്കുന്നു. അവന്റെ വചനങ്ങളിൽ ഭേദഗതി വരുത്തുന്ന ആരുമില്ല. അവൻ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. ഭൂമുഖത്തുള്ള ഭൂരിപക്ഷം പേരും പറയുന്നത് നീ അനുസരിക്കുകയാണെങ്കിൽ അവർ നിന്നെ അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിച്ചുകളയും. കേവലം ഊഹങ്ങളെ മാത്രമാണ് അവർ പിൻപറ്റുന്നത്. അവർ അനുമാനങ്ങളിൽ ആടിയുലയുകയാണ്. തന്റെ വഴിയിൽ നിന്ന് തെറ്റിപ്പോകുന്നവർ ആരൊക്കെയെന്ന് നിന്റെ നാഥന് നന്നായി അറിയാം. നേർവഴി പ്രാപിച്ചവരെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നവനും അവൻ തന്നെ. അതിനാൽ നിങ്ങൾ അല്ലാഹുവിന്റെ നാമത്തിൽ അറുത്തവ തിന്നുക, നിങ്ങൾ അവന്റെ വചനങ്ങളിൽ വിശ്വസിക്കുന്നവരെങ്കിൽ. അല്ലാഹുവിന്റെ പേരിൽ അറുത്തത് നിങ്ങൾ എന്തിന് തിന്നാതിരിക്കണം? നിർബന്ധിതാവസ്ഥയിലൊഴികെ നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയത് ഏതൊക്കെയെന്ന് അല്ലാഹു വിവരിച്ചു തന്നിട്ടുണ്ടല്ലോ.
പലരും ഒരു വിവരവുമില്ലാതെ തോന്നിയെപ്പോലെ ആളുകളെ വഴിപിഴപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സംശയമില്ല, നിന്റെ നാഥൻ അതിക്രമികളെപ്പറ്റി നന്നായി അറിയുന്നവനാണ്. പരസ്യവും രഹസ്യവുമായ കുറ്റങ്ങൾ വർജിക്കുക. കുറ്റം സമ്പാദിച്ചു വെക്കുന്നവർക്ക് അവർ പ്രവർത്തിക്കുന്നതിനനുസരിച്ച് ശിക്ഷ ലഭിക്കും. അല്ലാഹുവിന്റെ നാമത്തിൽ അറുക്കാത്ത മൃഗങ്ങളുടെ മാംസം നിങ്ങൾ തിന്നരുത്. അത് അധർമ്മമാണ് തീർച്ച. നിങ്ങളോട് തർക്കിക്കാനായി പിശാചുക്കൾ തങ്ങളുടെ കൂട്ടാളികൾക്ക് ചില ദുർബോധനങ്ങൾ നൽകിക്കൊണ്ടിരിക്കും. നിങ്ങൾ അവരെ അനുസരിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളും ദൈവത്തിൽ പങ്കുചേർത്തവരായിത്തീരും. ഒരുവന് നാം ജീവനില്ലാത്ത അവസ്ഥയിൽ ജീവൻ നൽകി വെളിച്ചമേകുകയും ചെയ്തു. അതുമായി ജനങ്ങൾക്കിടയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന അയാൾ പുറത്തു കടക്കാനാവാതെ കൂരിരുട്ടിൽപ്പെട്ടവനെപ്പോലെയാണോ? അவ்விധം സത്യനിഷേധികൾക്ക് തങ്ങളുടെ ചെയ്തികൾ ഛേദോഹരമായി തോന്നി. അപ്രകാരം തന്നെ എല്ലാ നാട്ടിലും കുതന്ത്രങ്ങൾ കുത്തിപ്പൊക്കാൻ അവിടങ്ങളിലെ കുറ്റവാളികളുടെ തലവന്മാരെ നാം ഏർപ്പെടുത്തിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അവർ കുതന്ത്രം പ്രയോഗിക്കുന്നത് തങ്ങൾക്കെതിരെ തന്നെയാണ്. എന്നാൽ അതേക്കുറിച്ച് അവരൊട്ടും ബോധവാന്മാരല്ല. അവർക്ക് വല്ല പ്രമാണവും വന്നെത്തിയാൽ അവർ പറയും, ദൈവദൂതന്മാർക്ക് കിട്ടിയതുപോലുള്ളത് ഞങ്ങൾക്കും ലഭിക്കും വരെ ഞങ്ങൾ വിശ്വസിക്കുകയില്ല. എന്നാൽ അല്ലാഹുവിന് നന്നായി അറിയാം തന്റെ സന്ദേശം എവിടെ ഏൽപ്പിക്കണമെന്ന്. അധർമ്മികളായ കുറ്റവാളികൾക്ക് അല്ലാഹുവിങ്കൽ നിന്ദ്യതയാണുണ്ടാവുക, കഠിന ശിക്ഷയും. അവർ കാട്ടിക്കൂട്ടിയ കുതന്ത്രങ്ങൾ കാരണമാണത്. അല്ലാഹു ആരെയെങ്കിലും നേർവഴിയിലാക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അയാളുടെ മനസ്സിനെ അവൻ ഇസ്ലാമിനായി തുറന്നുകൊടുക്കുന്നു. ആരെയെങ്കിലും ദുർമാർഗത്തിലാക്കാനാണ് അവൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അയാളുടെ ഹൃദയത്തെ ഇടുങ്ങിയതും സങ്കുചിതവുമാക്കുന്നു. അപ്പോൾ താൻ ആകാശത്തേക്ക് കയറിപ്പോകും പോലെ അവന് തോന്നുന്നു. വിശ്വസിക്കാത്തവർക്ക് അല്ലാഹു ഇவ்விധം നീചമായ ശിക്ഷ നൽകും. ഇതാണ് നിന്റെ നാഥന്റെ നേർവഴി. ആലോചിച്ചറിയുന്ന ജനത്തിന് നാം ഇതാ തെളിവുകൾ വിശദീകരിച്ചിരിക്കുന്നു. അവർക്ക് അവരുടെ നാഥന്റെ അടുത്ത് ശാന്തി മന്ദിരമുണ്ട്. അവനാണ് അവരുടെ രക്ഷാധികാരി. അവർ പ്രവർത്തിച്ചതിനുള്ള പ്രതിഫലമാണത്. അല്ലാഹു അവരെയെല്ലാം ഒരുമിച്ചു ചേർക്കും ദിനം അവൻ പറയും, ജിന്ന് സമൂഹമേ, മനുഷ്യരെ നിങ്ങൾ ധാരാളമായി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ ആത്മമിത്രങ്ങളായിരുന്ന മനുഷ്യർ പറയും, ഞങ്ങളുടെ നാഥ, ഞങ്ങൾ പരസ്പരം സുഖാസ്വാദനങ്ങൾക്ക് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ നീ ഞങ്ങൾക്ക് അനുവദിച്ച അവധിയിൽ ഞങ്ങളെത്തിയിരിക്കുന്നു. അല്ലാഹു അറിയിക്കും, ശരി, ഇനി നരകത്തീയാണ് നിങ്ങളുടെ താമസസ്ഥലം. നിങ്ങൾ അവിടെ സ്ഥിരവാസികളായിരിക്കും, അല്ലാഹു ഇച്ഛിച്ച സമയമൊഴികെ. നിന്റെ നാഥൻ യുക്തിമാനും എല്ലാം അറിയുന്നവനും തന്നെ തീർച്ച. ഇவ்விധം ആ അക്രമികളെ നാം അന്യോന്യം കൂട്ടാളികളാക്കും. അവർ സമ്പാദിച്ചുകൊണ്ടിരുന്നതിന്റെ ഫലമാണത്. ജിന്നുകളുടെയും മനുഷ്യരുടെയും സമൂഹമേ, എന്റെ പ്രമാണങ്ങൾ വിവരിച്ചു തരികയും ഈ ദിനത്തെ നേരിടേണ്ടിവരുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്ന നിങ്ങളിൽ നിന്നു തന്നെയുള്ള ദൈവദൂതന്മാർ നിങ്ങളുടെ അടുത്തു വന്നിരുന്നില്ലേ? അവർ പറയും, അതെ, ഞങ്ങളിതാ ഞങ്ങൾക്കെതിരെ തന്നെ സാക്ഷ്യം വഹിക്കുന്നു. ഐഹിക ജീവിതം അവരെ വഞ്ചനയിൽ അകപ്പെടുത്തി. തങ്ങൾ സത്യനിഷേധികളായിരുന്നുവെന്ന് അന്നേരം അവർ തങ്ങൾക്കെതിരെ തന്നെ സാക്ഷ്യം വഹിക്കുന്നു. ഒരു പ്രദേശത്തുകാർ സന്മാർഗത്തെപ്പറ്റി ഒന്നുമറിയാതെ കഴിയുമ്പോൾ നിന്റെ നാഥൻ അന്യായമായി അവരെ നശിപ്പിക്കുകയില്ലെന്നതിന് തെളിവാണ് ഇവരുടെ ഈ സാക്ഷ്യം. ഓരോരുത്തർക്കും തങ്ങൾ പ്രവർത്തിച്ചതിനനുസരിച്ച പദവിയുണ്ട്. അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെക്കുറിച്ച് നിന്റെ നാഥൻ ഒട്ടും അശ്രദ്ധനല്ല. നിന്റെ നാഥൻ സ്വയം പര്യാപ്തനാണ്, ഏറെ ദയാപരനും. അവൻ ഇച്ഛിക്കുന്നുവെങ്കിൽ നിങ്ങളെ നീക്കം ചെയ്യുകയും നിങ്ങൾക്കു ശേഷം
താൻ ഇച്ഛിക്കുന്നവരെ പകരം കൊണ്ടുവരികയും ചെയ്യും. മറ്റൊരു ജനതയുടെ വംശപരമ്പരയിൽ നിന്ന് നിങ്ങളെ അവൻ ഉയർത്തിക്കൊണ്ടുവന്ന പോലെ നിങ്ങളോട് വാഗ്ദാനം ചെയ്യുന്നത് സംഭവിക്കുക തന്നെ ചെയ്യും. തീർച്ച അല്ലാഹുവിനെ തോൽപ്പിക്കാൻ നിങ്ങൾക്കാവില്ല. പറയുക, എന്റെ ജനമേ, നിങ്ങൾ നിങ്ങളുടെ നിലപാടനുസരിച്ച് പ്രവർത്തിച്ചുകൊള്ളുക, ഞാനും പ്രവർത്തിക്കാം. ഈ ലോകത്തിന്റെ ഒടുക്കം ആർക്കനുകൂലമായിരിക്കുമെന്ന് വഴിയെ നിങ്ങൾ അറിയുക തന്നെ ചെയ്യും. ഒന്ന് തീർച്ച, അക്രമികൾ വിജയിക്കുകയില്ല. അല്ലാഹു തന്നെ സൃഷ്ടിച്ചുണ്ടാക്കിയ വിളകളിൽ നിന്നും കാലികളിൽ നിന്നും ഒരു വിഹിതം അവരവന് നിശ്ചയിച്ചു കൊടുത്തിരിക്കുന്നു. എന്നിട്ടവർ കെട്ടിച്ചമച്ചു പറയുന്നു, ഇത് അല്ലാഹുവിനുള്ളതാണ്, ഇത് തങ്ങൾ പങ്കാളികളാക്കി വെച്ച ദൈവങ്ങൾക്കും. അതോടൊപ്പം അവരുടെ പങ്കാളികൾക്കുള്ളതൊന്നും അല്ലാഹുവിലേക്കെത്തിച്ചേരുകയില്ല. അല്ലാഹുവിനുള്ളതോ അവരുടെ പങ്കാളികൾക്കെത്തിച്ചേരുകയും ചെയ്യും. അവരുടെ തീരുമാനം എത്ര ചീത്ത! അതുപോലെ തന്നെ ധാരാളം ബഹുദൈവ വിശ്വാസികൾക്ക് തങ്ങളുടെ മക്കളെ കൊല്ലുന്നത് അവരുടെ പങ്കാളികൾ ഭൂഷണമായി തോന്നിപ്പിച്ചിരിക്കുന്നു. അവരെ വിപത്തിൽപ്പെടുത്തലും അവർക്ക് തങ്ങളുടെ ജീവിതക്രമം തിരിച്ചറിയാതാകലുമാണ് അതുകൊണ്ടുണ്ടാവുന്നത്. അല്ലാഹു ഇച്ഛിച്ചിരുന്നെങ്കിൽ അവരങ്ങനെ ചെയ്യുമായിരുന്നില്ല. അവരെയും അവർ കെട്ടിച്ചമച്ചുണ്ടാക്കുന്നവയെയും അവരുടെ പാട്ടിന് വിട്ടേക്കുക. അവർ പറഞ്ഞു, ഇവ വിലക്കപ്പെട്ട കാലികളും വിളകളുമാകുന്നു. ഞങ്ങൾ ഉദ്ദേശിക്കുന്നവരല്ലാതെ അവ തിന്നാൻ പാടില്ല. അവർ സ്വയം കെട്ടിച്ചമച്ച വാദമാണിത്. അവർ സവാരി ചെയ്യാനും ചരക്ക് ചുമക്കാനും പുറം ഉപയോഗിക്കുന്നത് നിഷിദ്ധമാക്കിയ മറ്റു മൃഗങ്ങളുണ്ട്. അവർ അല്ലാഹുവിന്റെ നാമം ഉച്ചരിക്കാത്ത മൃഗങ്ങളുമുണ്ട്. ഇതൊക്കെയും അവർ അല്ലാഹുവിന്റെ പേരിൽ കെട്ടിച്ചമച്ചുണ്ടാക്കിയവയാണ്. അവർ ഇவ்விധം കെട്ടിച്ചമച്ചുണ്ടാക്കുന്നതിന് അല്ലാഹു അവർക്ക് വൈകാതെ മതിയായ പ്രതിഫലം നൽകും. അവർ പറയുന്നു, ഈ കാലികളുടെ വയറുകളിലുള്ളത് ഞങ്ങളിലെ ആണുങ്ങൾക്ക് മാത്രമുള്ളതാണ്. ഞങ്ങളുടെ ഭാര്യമാർക്ക് അത് നിഷിദ്ധമാണ്. എന്നാൽ അത് ശവമാണെങ്കിൽ അവരെല്ലാം അതിൽ പങ്കാളികളാകും. തീർച്ചയായും അവരുടെ ഈ കെട്ടിച്ചമക്കലുകൾക്ക് അല്ലാഹു അനുയോജ്യമായ പ്രതിഫലം വൈകാതെ നൽകും. സംശയമില്ല, അവൻ യുക്തിമാനും എല്ലാം അറിയുന്നവനുമാണ്. ഒരു വിവരവുമില്ലാതെ തികഞ്ഞ അവിവേകം കാരണം സ്വന്തം മക്കളെ കൊല്ലുന്നവരും അല്ലാഹു അവർക്കേകിയ അന്നം അല്ലാഹുവിന്റെ പേരിൽ കള്ളം കെട്ടിച്ചമച്ച് സ്വയം നിഷിദ്ധമാക്കുന്നവരും നഷ്ടത്തിൽപ്പെട്ടതു തന്നെ. സംശയമില്ല, അവർ വഴികേടിലായിരിക്കുന്നു. അവർ നേർവഴി പ്രാപിച്ചതുമില്ല. പന്തലിൽ പടർത്തുന്നതും അല്ലാത്തതുമായ ഉദ്യാനങ്ങൾ, ഈത്തപ്പനകൾ, പലതരം കായ്ക്കനികളുള്ള കൃഷികൾ, പരസ്പരം സമാനത തോന്നുന്നതും എന്നാൽ വ്യത്യസ്തങ്ങളുമായ ഒലീവും റുമ്മാനും എല്ലാം സൃഷ്ടിച്ചുണ്ടാക്കിയത് അല്ലാഹുവാണ്. അവ കായ്ക്കുമ്പോൾ പഴങ്ങൾ തിന്നുകൊള്ളുക. വിളവെടുപ്പ് കാലത്ത് അതിന്റെ ബാധ്യത അഥവാ സക്കാത്ത് കൊടുത്തു തീർക്കുക. എന്നാൽ അമിതവ്യയം അരുത്. അതിര് കവിയുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല. കന്നുകാലികളിൽ ഭാരം ചുമക്കുന്നവയെയും അറുത്തു തിന്നാനുള്ളവയെയും അവൻ സൃഷ്ടിച്ചിരിക്കുന്നു. അല്ലാഹു നിങ്ങൾക്കേകിയ വിഭവങ്ങളിൽ നിന്ന് ആഹരിച്ചുകൊള്ളുക. പിശാചിന്റെ കാൽപ്പാടുകൾ പിൻപറ്റരുത്. സംശയം വേണ്ട, അവൻ നിങ്ങളുടെ പ്രത്യക്ഷ ശത്രുവാണ്. അല്ലാഹു 8 ഇണകളെ സൃഷ്ടിച്ചു. ചെമ്മരിയാട് വർഗത്തിൽ നിന്ന് 2ഉം കോലാട് വർഗത്തിൽ നിന്ന് 2ഉം. ചോദിക്കുക, അല്ലാഹു അവയിൽ ആൺവർഗത്തെയാണോ നിഷിദ്ധമാക്കിയത്, അതോ പെൺവർഗത്തെയോ? അതുമല്ലെങ്കിൽ ഇരുതരം പെണ്ണാടുകളുടെയും ഗർഭാശയങ്ങളിലുള്ള കുട്ടികളെയോ? അറിവിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് പറഞ്ഞു തരിക, നിങ്ങൾ സത്യസന്ധരെങ്കിൽ. ഇவ்விധം ഒട്ടകവർഗത്തിൽ നിന്ന് 2 ഇണകളും പശുവർഗത്തിൽ നിന്ന് 2 ഇണകളും ഇതാ. ചോദിക്കുക, അല്ലാഹു ഇരുവിഭാഗത്തിലെയും ആൺവർഗത്തെയാണോ നിഷിദ്ധമാക്കിയത്, അതോ പെൺവർഗത്തെയോ? അതുമല്ലെങ്കിൽ ഇരുതരം പെൺവർഗങ്ങളുടെയും ഗർഭാശയങ്ങളിലുള്ള കുട്ടികളെയോ? അതല്ല, അല്ലാഹു ഇതൊക്കെയും നിങ്ങളെ ഉപദേശിക്കുമ്പോൾ
നിങ്ങൾ അതിന് സാക്ഷികളായി ഉണ്ടായിരുന്നു. ഒരു വിവരവുമില്ലാതെ ജനങ്ങളെ വഴിപിഴപ്പിക്കാൻ അല്ലാഹുവിന്റെ പേരിൽ കള്ളം കെട്ടിച്ചമച്ചവനേക്കാൾ കൊടിയ അതിക്രമി ആരുണ്ട്? അതിക്രമികളെ അല്ലാഹു നേർവഴിയിലാക്കുകയില്ല, തീർച്ച. പറയുക, എനിക്ക് ബോധനമായി ലഭിച്ചവയിൽ ഭക്ഷിക്കുന്നവന് തിന്നാൻ പാടില്ലാത്തതായി ഒന്നും ഞാൻ കാണുന്നില്ല, ശവവും ഒഴുക്കപ്പെട്ട രക്തവും പന്നിമാംസവും ഒഴികെ. അവയൊക്കെ മ്ലേച്ഛ വസ്തുക്കളാണ്. അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ അറുക്കപ്പെട്ട് അധാർമികമായതും വിലക്കപ്പെട്ടതു തന്നെ. അഥവാ ആരെങ്കിലും നിർബന്ധിതാവസ്ഥയിൽ ധിക്കാരം ഉദ്ദേശിക്കാതെയും അത്യാവശ്യ പരിധി ലംഘിക്കാതെയുമാണെങ്കിൽ വിലക്കപ്പെട്ടവ തിന്നുന്നതിന് വിരോധമില്ല. നിന്റെ നാഥൻ ഏറെ പൊറുക്കുന്നവനും ദയാപരനും തന്നെ, തീർച്ച. നഖമുള്ളവയെയെല്ലാം ജൂതന്മാർക്കു നാം നിഷിദ്ധമാക്കി. ആടുമാടുകളുടെ കൊഴുപ്പും നാം അവർക്ക് വിലക്കിയിരുന്നു. അവയുടെ മുതുകിലും കുടലിലും പറ്റിപ്പിടിച്ചതോ എല്ലുമായി ഒട്ടിച്ചേർന്നതോ ഒഴികെ. അവരുടെ ധിക്കാരത്തിന് നാം അവർക്ക് നൽകിയ ശിക്ഷയാണത്. നാം പറയുന്നത് സത്യം തന്നെ, സംശയമില്ല. അഥവാ അവർ നിന്നെ തള്ളിപ്പറയുകയാണെങ്കിൽ നീ അവരോട് പറയുക, നിങ്ങളുടെ നാഥൻ അതിരുകളില്ലാത്ത കാരുണ്യത്തിനുടമയാകുന്നു. എന്നാൽ കുറ്റവാളികളായ ജനത്തിൽ നിന്ന് അവന്റെ ശിക്ഷ തട്ടിമാറ്റപ്പെടുന്നതുമല്ല. ആ ബഹുദൈവവാദികൾ പറയും, അല്ലാഹു ഇച്ഛിച്ചിരുന്നെങ്കിൽ ഞങ്ങളോ ഞങ്ങളുടെ പൂർവ്വപിതാക്കളോ ബഹുദൈവ വിശ്വാസികളാകുമായിരുന്നില്ല, ഞങ്ങൾ ഒന്നും നിഷിദ്ധമാക്കുമായിരുന്നുമില്ല. അപ്രകാരം തന്നെ അവർക്ക് മുമ്പുള്ളവരും നമ്മുടെ ശിക്ഷ അനുഭവിക്കുവോളം സത്യത്തെ തള്ളിപ്പറഞ്ഞു. പറയുക, നിങ്ങളുടെ വശം ഞങ്ങൾക്ക് വെളിപ്പെടുത്തിത്തരാവുന്ന വല്ല വിവരവുമുണ്ടോ? ഊഹത്തെ മാത്രമാണ് നിങ്ങൾ പിൻപറ്റുന്നത്. നിങ്ങൾ കേവലം അനുമാനങ്ങൾ ആവിഷ്കരിക്കുകയാണ്. പറയുക, തികവുറ്റ തെളിവുള്ളത് അല്ലാഹുവിനാണ്. അവൻ ഇച്ഛിച്ചിരുന്നെങ്കിൽ നിങ്ങളെയെല്ലാം അവൻ നേർവഴിയിലാക്കുമായിരുന്നു. പറയുക, അല്ലാഹു ഈ വസ്തുക്കളൊക്കെ വിലക്കിയിരിക്കുന്നുവെന്ന് നിങ്ങൾക്കായി സാക്ഷ്യം വഹിക്കുന്നവരെയെല്ലാം ഇങ്ങ് കൊണ്ടുവരിക. അഥവാ അവരങ്ങനെ സാക്ഷ്യം വഹിക്കുകയാണെങ്കിൽ നീ അവരോടൊപ്പം സാക്ഷിയാവരുത്. നമ്മുടെ തെളിവുകളെ കള്ളമാക്കി തള്ളിയവരുടെയും പരലോകത്തിൽ വിശ്വസിക്കാത്തവരുടെയും തങ്ങളുടെ നാഥന് തുല്യരെ സങ്കൽപ്പിച്ചവരുടെയും തന്നിഷ്ടങ്ങളെ പിൻപറ്റരുത്. പറയുക, വരുവിൻ, നിങ്ങളുടെ നാഥൻ നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയതെന്തൊക്കെയെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഒന്നിനെയും അവനിൽ പങ്കാളികളാക്കരുത്. മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കണം. ദാരിദ്ര്യം കാരണം നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ കൊല്ലരുത്. നിങ്ങൾക്കും അവർക്കും അന്നം തരുന്നത് നാമാണ്. തെളിഞ്ഞതും മറഞ്ഞതുമായ നീചവൃത്തികളോടടുക്കരുത്. അല്ലാഹു ആദരണീയമാക്കിയ ജീവനെ അന്യായമായി ഹനിക്കരുത്. നിങ്ങൾ ചിന്തിച്ചറിയാൻ അല്ലാഹു നിങ്ങൾക്ക് നൽകിയ നിർദ്ദേശങ്ങളാണിവയെല്ലാം. ഏറ്റവും ഉത്തമമായ രീതിയിലല്ലാതെ നിങ്ങൾ അനാഥയുടെ ധനത്തോടടുക്കരുത്. അവന് കാര്യബോധമുണ്ടാകും വരെ. അളവ് തൂക്കങ്ങളിൽ നീതിപൂർവം തികവ് വരുത്തുക. നാം ആർക്കും അയാളുടെ കഴിവിനതീതമായ ബാധ്യത ചുമത്തുന്നില്ല. നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ നീതി പാലിക്കുക. അത് അടുത്ത കുടുംബക്കാരന്റെ കാര്യത്തിലായാലും. അല്ലാഹുവോടുള്ള കരാർ പൂർത്തീകരിക്കുക. നിങ്ങൾ കാര്യബോധമുള്ളവരാകാൻ അല്ലാഹു നിങ്ങൾക്കു നൽകുന്ന ഉപദേശമാണിത്. സംശയം വേണ്ട, ഇതുതന്നെയാണ് എന്റെ നേർവഴി. അതിനാൽ നിങ്ങൾ ഇത് പിന്തുടരുക. മറ്റു മാർഗങ്ങൾ അവലംബിക്കരുത്. അവയൊക്കെ അല്ലാഹുവിന്റെ വഴിയിൽ നിന്ന് നിങ്ങളെ തെറ്റിച്ചുകളയും. നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകാൻ അല്ലാഹു നിങ്ങൾക്ക് നൽകുന്ന ഉപദേശമാണിത്. നാം മൂസാക്ക് വേദപുസ്തകം നൽകി, നന്മ ചെയ്തവർക്കുള്ള അനുഗ്രഹത്തിന്റെ പൂർത്തീകരണമായി. എല്ലാ കാര്യങ്ങളുടെയും വിശദീകരണവും മാർഗദർശനവും കാരുണ്യവുമായും. അവർ തങ്ങളുടെ നാഥനുമായി കണ്ടുമുട്ടുമെന്ന് വിശ്വസിക്കുന്നവരാകാൻ. നാം ഇറക്കിയ അനുഗ്രഹീതമായ വേദപുസ്തകമാണിത്. അതിനാൽ നിങ്ങൾ ഇതിനെ പിൻപറ്റുക. സൂക്ഷ്മതയുള്ളവരാവുകയും ചെയ്യുക. നിങ്ങൾ കാരുണ്യത്തിനർഹരായേക്കാം.
ഞങ്ങൾക്കു മുമ്പുള്ള 2 വിഭാഗക്കാർക്ക് മാത്രമേ വേദപുസ്തകം ലഭിച്ചിരുന്നുള്ളൂ. ഞങ്ങളാകട്ടെ അവർ പഠിച്ചുകൊണ്ടിരുന്നതിനെപ്പറ്റി തീർത്തും അശ്രദ്ധരുമായിരുന്നുവെന്ന് നിങ്ങൾ പറയാതിരിക്കാനാണ് നാം ഇത് അവതരിപ്പിച്ചത്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു വേദപുസ്തകം ഇറക്കി കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾ അവരെക്കാൾ നേർവഴിയിലാകുമായിരുന്നുവെന്ന് നിങ്ങൾ പറയാതിരിക്കാനും. തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ നാഥനിൽ നിന്നിതാ തെളിഞ്ഞ പ്രമാണവും മാർഗദർശനവും കാരുണ്യവും വന്നെത്തിയിരിക്കുന്നു. എന്നിട്ടും അല്ലാഹുവിന്റെ തെളിവുകളെ കള്ളമാക്കി തള്ളുകയും അതിൽ നിന്ന് പിന്തിരിയുകയും ചെയ്തവനേക്കാൾ കൊടിയ അക്രമി ആരുണ്ട്? അവർ പിന്തിരിഞ്ഞത് കാരണം അവർക്ക് കടുത്ത ശിക്ഷയുണ്ട്. തങ്ങളുടെ അടുത്ത് മലക്കുകൾ വരിക, അല്ലെങ്കിൽ നിന്റെ നാഥൻ തന്നെ വരിക, അതുമല്ലെങ്കിൽ നിന്റെ നാഥന്റെ ചില ദൃഷ്ടാന്തങ്ങൾ വന്നെത്തുക. ഇതൊന്നുമല്ലാതെ മറ്റെന്താണ് അവർ പ്രതീക്ഷിക്കുന്നത്? നിന്റെ നാഥന്റെ ദൃഷ്ടാന്തങ്ങളിൽ ചിലത് വരുന്ന ദിവസം ആർക്കും തന്റെ വിശ്വാസം ഒട്ടും ഉപകരിക്കുകയില്ല. നേരത്തെ തന്നെ സത്യവിശ്വാസം സ്വീകരിക്കുകയോ വിശ്വാസത്തോടെ വല്ല നന്മയും പ്രവർത്തിക്കുകയോ ചെയ്തവർക്കൊഴികെ. പറയുക, നിങ്ങൾ കാത്തിരിക്കുക, ഞങ്ങളും കാത്തിരിക്കാം. തങ്ങളുടെ മതത്തിൽ പിളർപ്പുണ്ടാക്കുകയും വിവിധ കക്ഷികളായി പിരിയുകയും ചെയ്തവരുമായി നിനക്കൊരു ബന്ധവുമില്ല. തീർച്ച അവരുടെ കാര്യം അല്ലാഹുവിങ്കലാണ്. അവർ ചെയ്തുകൊണ്ടിരുന്നതിനെപ്പറ്റി പിന്നീട് അവൻ അവരെ വിവരമറിയിക്കും. ആരെങ്കിലും വല്ല നന്മയുമായി വന്നാൽ അവന് അതിന്റെ 10 ഇരട്ടിയുണ്ട്. ആരെങ്കിലും വല്ല തിന്മയുമായി വന്നാൽ അതിന് തുല്യമായ പ്രതിഫലം മാത്രമേ അവനുണ്ടാവുകയുള്ളൂ. അവരോട് ഒരനീതിയും കാണിക്കുകയില്ല. പറയുക, ഉറപ്പായും എന്റെ നാഥൻ എന്നെ നേർവഴിയിലേക്ക് നയിച്ചിരിക്കുന്നു, വളവ് തിരിവുകളേതുമില്ലാത്ത മതത്തിലേക്ക്, ഇബ്രാഹിം നിലകൊണ്ട വക്രതയില്ലാത്ത മാർഗത്തിലേക്ക്. അദ്ദേഹം ബഹുദൈവവാദികളിൽപ്പെട്ടവനായിരുന്നില്ല. പറയുക, നിശ്ചയമായും എന്റെ നമസ്കാരവും ആരാധനാ കർമ്മങ്ങളും ജീവിതവും മരണവുമെല്ലാം പ്രപഞ്ചനാഥനായ അല്ലാഹുവിനുള്ളതാണ്. അവന് പങ്കാളികളാരുമില്ല. അവ്വിധമാണ് എന്നോട് കൽപ്പിച്ചിരിക്കുന്നത്. അവനെ അനുസരിക്കുന്നവരിൽ ഒന്നാമനാണ് ഞാൻ. ചോദിക്കുക, ഞാൻ അല്ലാഹുവല്ലാത്ത മറ്റൊരു രക്ഷകനെ തേടുകയോ? അവൻ എല്ലാറ്റിന്റെയും നാഥനായിരിക്കെ ഏതൊരാളും ചെയ്തു കൂട്ടുന്നതിന്റെ ഉത്തരവാദിത്തം അയാൾക്കു മാത്രമായിരിക്കും. ഭാരം ചുമക്കുന്ന ആരും മറ്റൊരാളുടെ ഭാരം വഹിക്കുകയില്ല. പിന്നീട് നിങ്ങളുടെയൊക്കെ മടക്കം നിങ്ങളുടെ നാഥങ്കലേക്കു തന്നെയാണ്. നിങ്ങൾ ഭിന്നാഭിപ്രായം പുലർത്തിയ കാര്യങ്ങളുടെ നിജസ്ഥിതി അപ്പോൾ അവൻ അവിടെ വെച്ച് നിങ്ങളെ അറിയിക്കും. നിങ്ങളെ ഭൂമിയിൽ പ്രതിനിധികളാക്കിയത് അവനാണ്. നിങ്ങളിൽ ചിലരെ മറ്റു ചിലരേക്കാൾ ഉന്നത പദവികളിലേക്ക് ഉയർത്തിയതും അവൻ തന്നെ. നിങ്ങൾക്ക് അവൻ നൽകിയ കഴിവിൽ നിങ്ങളെ പരീക്ഷിക്കാനാണിത്. സംശയമില്ല, നിന്റെ നാഥൻ വേഗം ശിക്ഷാ നടപടി സ്വീകരിക്കുന്നവനാണ്. ഒപ്പം ഏറെ പൊറുക്കുന്നവനും ദയാപരനും തന്നെ.